blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി നമുക്ക് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാം. സ്പോൺസേഴ്സിനെയും അവരുടെ പ്രാർത്ഥന വിഷയങ്ങളെയും ഞാൻ നിങ്ങളോട് പറയാം. ഡൽഹിയിൽ നിന്നും ആഷ്ലി ബ്ലെസൻ ഹൈ BP എന്നുള്ള സൗഖ്യത്തിന് വേണ്ടി, ഹൈ ഡയബറ്റീസിൽ നിന്നുള്ള സൗഖ്യത്തിന് വേണ്ടിയും ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കുഞ്ഞിന് കോൺജനീറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയയുടെ പ്രോബ്ലമുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ ഡൽഹിയിൽ നിന്നും OP എബ്രഹാം ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാനുള്ള ഒരു റീസൺ പറഞ്ഞിട്ടുണ്ട്. മകൻ നെവിൽ ജന്മനാ ഭയങ്കരമായി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു ബറോഡ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച ശേഷം ആസ്മ പ്രോബ്ലത്തിൽ നിന്ന് വലിയ റിലീഫ് ലഭിക്കുകയും മുടങ്ങാതെ സ്കൂളിൽ പോകാൻ ആ കുഞ്ഞിനെ സാധിക്കുന്നു. അതല്ലെങ്കിൽ പല പ്രാവശ്യം ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമുണ്ടാകുമായിരുന്നു. എന്നാൽ പൂർണ്ണമായ എല്ലാ രീതിയിലുമുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഫാദറിലോ മാത്യു ജോസഫിന് ക്യാൻസറിൽ നിന്നും സൗഖ്യം ലഭിക്കാൻ, മുഴു കുടുംബത്തിൻ്റെയും സാമ്പത്തിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും, അതുപോലെ വസായിൽ നിന്നുള്ള ഡെന്നി ജോയ്സ് ആൻഡ് ക്രിസ്റ്റിന 3 വയസ്സുള്ള മകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ക്രിസ്റ്റിനയുടെ കാട്രാക്ട് പ്രോബ്ലത്തിൽ നിന്നുള്ള ഹീലിംഗ്, അതുപോലെ മറ്റെല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള സൗഖ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഡെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പത്തനംതിട്ടയിലുള്ള പ്രോപ്പർട്ടിയുടെ സെയിൽ നടക്കാൻ. മറ്റൊരു സ്പോൺസർ പാറശാലയിൽ നിന്നുള്ള അഭിജിത്ത്, വിദ്യാഭ്യാസത്തിന് വേണ്ടി, അതുപോലെ സ്വഭാവത്തിൽ നല്ലൊരു മാറ്റമുണ്ടാകാൻ, നല്ലൊരു ഭാവി ഉണ്ടാകാൻ. സഹോദരി അശ്വതിക്ക് വേണ്ടി നല്ലൊരു ജോലി ലഭിക്കാൻ ഒരാൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. വൈക്കത്ത് നിന്നും ജോമി ജോൺ വേഗത്തിൽ തന്നെ ഒരു ഭവൻ ലഭിക്കാൻ, അമ്മയ്ക്കും അതുപോലെ സഹോദരിക്കും നല്ല ആരോഗ്യമുണ്ടാകാനും രോഗങ്ങളിൽ നിന്നും സൗഖ്യം ലഭിക്കാനും, ഇത്രയും വിഷയങ്ങൾക്ക് വേണ്ടി എന്നോട് ചേർന്ന് ലോകം എമ്പാടും ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവരും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കർത്താവെ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഇന്നത്തെ സ്പോൺസേഴ്സിൻ്റെ ഓരോ വിഷയങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. ഓരോന്നിനും കർത്താവെ വ്യക്തമായ മറുപടി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ തന്നെ അവരുടെ പ്രൈസ് റിപ്പോർട്ട്സ് കേൾക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ. കർത്താവെ, അങ്ങയുടെ വേലയിൽ പങ്കാളികളായത് നിമിത്തം ഞങ്ങൾ ചോദിച്ചിട്ടുള്ളതും അല്ലാത്തതുമായ സകല അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അമരവിള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 20 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദേവിക ഓഡിറ്റോറിയം, ചെക്ക് പോസ്റ്റിന് സമീപം, അമരവിള. പൊൻകുന്നം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 21 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലീല മഹൾ, KK റോഡ്, പൊൻകുന്നം. ഇന്ന് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. വിദ്യാർത്ഥികൾ അവരുടെ പുസ്തകങ്ങൾ, ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന സാമഗ്രികളെല്ലാം കയ്യിലെടുക്കുക. കർത്താവെ, ഇന്ന് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. ഏത് സബ്ജക്റ്റായാലും കർത്താവെ വളരെ നന്നായി എഴുതുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ഒരു സഹായം അവർക്ക് ലഭിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവികമായൊരു ഇടപെടൽ ഉണ്ടാകട്ടെ. ഭയങ്ങൾ മാറ്റിക്കളയണമേ. ശാരീരികമായി ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല മാർക്ക് സ്കോർ ചെയ്യുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. So best wishes students. Write your exams well.
go back to the shadow. Never go back to the land of bondage, but live in the land of light. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത അനുഗ്രഹങ്ങളിലൂടെ ഞാനും എൻ്റെ തലമുറ ഇപ്പോൾ നടക്കുകയാ എന്ന് പറയുന്നതാണ് കർത്താവിന് ഇഷ്ടം. ആദ്യം ഈ ക്യാമ്പിന് വന്നപ്പോൾ ഞാൻ കരുതിയതെന്ന് വെച്ചാൽ ബോറായിരിക്കും. ഇവിടെ വന്ന് കർത്താവിനെ ഒന്ന് തുറന്ന് ആരാധിച്ചപ്പോൾ മനസ്സിൽ കിട്ടിയ സന്തോഷം അത് വേറെ എങ്ങും കിട്ടാത്തതാണ്. കാരണം കർത്താവിൻ്റെ ആ സാന്നിധ്യം, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ആ പ്രസൻസ് നമ്മൾ അനുഭവിച്ചപ്പോഴുള്ള ആ സന്തോഷം വളരെയാണ്. സഹോദരിയുടെ പേര് സിന്ധു എന്നാണ്. ഈ മോളുടെ പേര്. തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന അമ്മയാണ് രാധാമണി. അടുത്ത് നിൽക്കുന്നത് പിതാവാണ് ശശിധരൻ. ഇവര് കുറേ അധികം നാളുകളായിട്ട് ബ്ലെസ്സിങ് ടുഡേയുടെ സ്ഥിരം പ്രേക്ഷകരാണ്, കുറേ അധികം വർഷങ്ങളായിട്ട്. 2013 ഈ അങ്കിളും ആൻറ്റിയും ഒരു എപ്പിസോഡ്, നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാനായിട്ട് അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം 6 വർഷമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. അവർ ആ ഒരു കുഞ്ഞുങ്ങളുണ്ടാകുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ 2013 അവരൊരു ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തു. എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഇവിടെ ഇതേ ഹാളിൽ തന്നെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു, ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നിരുന്നു. അന്ന് ഇവര് 3 പേരും അന്ന് വന്നിരുന്നു. അന്ന് 3 പേരും വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ ഇതുപോലെ പിടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവർ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഷെമ സിസ്റ്റർ പ്രാർത്ഥിച്ച ക്യൂവിലാണ് അവർ അന്ന് നിന്ന് പ്രാർത്ഥിച്ചത്. 2 ക്യൂവിൽ ഷെമ സിസ്റ്റർ അടുത്ത് പോയി, അവരെ ഒരുമിച്ച് ഷെമ സിസ്റ്റർ അടുത്ത് പോയി. അന്ന് ഷെമ സിസ്റ്റർ അവരോട് പറഞ്ഞു, അടുത്ത തവണ ഇതുപോലെ ഒരു മീറ്റിങ്ങിന് വരുമ്പോൾ കർത്താവ് നിങ്ങളുടെ കയ്യിൽ ഒരു അത്ഭുതം തരുമെന്ന് പറഞ്ഞു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കയ്യിലുണ്ടാവുമെന്ന് പറഞ്ഞു, അത്ഭുതം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇവരതുപോലെ തന്നെ അത് വിശ്വസിച്ചു. ആ മീറ്റിങ്ങിന് വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ സഹോദരി പ്രഗ്നൻ്റ് ആയി. 6 വർഷത്തിന് ശേഷം താൻ പ്രഗ്നൻ്റ് ആയത് മാത്രമല്ല, പ്രഗ്നൻസിയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രഗ്നൻസിയാണ് തനിക്കുണ്ടായിരുന്നത്. തനിക്ക് 2ാമത്തെ മാസം ബ്ലീഡിങ് ആരംഭിച്ചു. ആ സമയത്ത് അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കുട്ടിയല്ല 2 കുട്ടിയാണ്. തൻ്റെ വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്കും കുഞ്ഞുണ്ടായി മോൾക്കും കുഞ്ഞുണ്ടായെന്ന് വിചാരിച്ചു. ഇത് ഇവിടെ ഉണ്ടായ കുഞ്ഞാ രണ്ടും. അങ്ങനെ പറഞ്ഞു. ആ ഒരു ഈ അങ്കിളിൻ്റെ ആൻറ്റിയുടെ ഒരു പ്രത്യേകത, ഇവരെന്ത് കാര്യം വന്നാലും ഇവർ ആദ്യം വിളിക്കുന്നത് നമ്മുടെ പ്രെയർ കോൾ സെന്ററിലേക്കാണ്. 42221. ഈ അങ്കിള് പറഞ്ഞത് എൻ്റെ ഹോസ്പിറ്റലിലാണ് പ്രെയർ കോൾ സെന്റർ. എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം അങ്ങോട്ടാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അവർ ഈ ത്രൂ ഔട്ട് ആ ഒരു പ്രഗ്നൻസി ടൈമിലെല്ലാം അവർ പ്രെയർ കോൾ സെന്ററിൽ വിളിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുമായിരുന്നു. 5ാമത്തെ മാസം സ്കാൻ ചെയ്തപ്പോഴാണ് ഈ സഹോദരിയുടെ യൂട്രസ് വളരെ കനം കുറഞ്ഞതായിരുന്നു. അവരതിൻ്റെ ഒരു മെഷർമെൻറ്റ് പറഞ്ഞു 1.5 അത് ഉണ്ടായിരുന്നുള്ളൂ. അത് അങ്ങനെയാണെങ്കിൽ അത് അബോർഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു സമയത്ത് ഇവർ പിന്നെയും പ്രെയർ കോൾ സെൻ്റർ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. അവിടെയുള്ള പ്രെയർ വാരിയേഴ്സ് പറഞ്ഞു കർത്താവ് അവിടെ ഒരു അത്ഭുതം ചെയ്യും. ഇവർ പറഞ്ഞത് പ്രാർത്ഥിച്ച ശേഷം 15 ദിവസത്തിനുള്ളിൽ പിന്നെയും സ്കാൻ ചെയ്തപ്പോൾ ആ 1.5 എന്നുള്ളത് അത് 3.5 ആയിട്ട് അത് വലുതായി. ഒരു അത്ഭുതം അവിടെ നടന്നു. അതിനുശേഷം ഡിസംബർ 25-ാം തീയതിയാണ് ഇവരോട് ഡേറ്റ് പറഞ്ഞിരുന്നത്, ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ഡിസംബർ 25. അപ്പോൾ ഒരു വളരെ സന്തോഷത്തിലായിരുന്നു ആ ഒരു ദിവസം. പക്ഷേ യാദൃശ്ചികമായി 7-ാം മാസത്തിൽ വളരെ പെട്ടെന്ന് തനിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു 2 കുട്ടികളുണ്ട്, 7-ാമത്തെ മാസമാണ്, അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറി നടക്കില്ല, ഒരു കാരണവശാലും നോർമൽ ഡെലിവറി നടക്കില്ല. പക്ഷെ അവർ പറഞ്ഞു ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ മേൽ എന്തായാലും കത്തിവെക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ 4 മണി വരെ നോക്കും, അതിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നടത്താം, ഇല്ലെങ്കിൽ ഞാൻ സിസേറിയം ചെയ്യും എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. ആ സമയത്ത് ഈ അങ്കിളും ആൻറ്റിയും ഒക്കെ പ്രെയർ കോൾ സെൻ്ററിലെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവം ചെയ്ത അത്ഭുതം 2 മണിക്ക്, വൈകുന്നേരം 2 മണിക്ക് ആ ഡെലിവറി നടന്നു. മനോഹരമായ 2 കുഞ്ഞുങ്ങളെ കർത്താവ് അവർക്ക് കൊടുത്തു. നോർമൽ ഡെലിവറിയിലൂടെ 2 കുഞ്ഞുങ്ങളെ കർത്താവ് അവർക്ക് നൽകി. കൈകളുള്ളവർ കൈകൾ അടിച്ച്
ഇതൊരു ഇരട്ട അനുഗ്രഹമാണ് കർത്താവ് അത് കൊടുത്തത്. മാത്രമല്ല, കുഞ്ഞുങ്ങൾ ജനിച്ച സമയത്ത് വളരെയധികം തൂക്കം കുറവായിരുന്നു. എന്നാൽ വളരെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾ നോർമൽ വെയിറ്റിലേക്ക് വരാനായിട്ടിടയായി. കർത്താവ് അതുപോലെ ഒരു വലിയൊരു അത്ഭുതമാണ് ആ മകളുടെ ജീവിതത്തിൽ ചെയ്തത്. യേശുവിനെ ക്രൂശിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് ഏപ്രിൽ 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുകളിൽ പൊൻകരത്താ, തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താ. തുടച്ചെന്റെ കണ്ണുകളിൽ പൊൻകരത്താ, തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. What is blessing? എന്താണ് അനുഗ്രഹം? Being blessed means you become an instrument of divine favor. അനുഗ്രഹിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം ദൈവപ്രസാദത്തിന്റെ ഉപകരണങ്ങളായി തീരുക എന്നതാണ്. Say it again. അനുഗ്രഹിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം ദൈവപ്രസാദത്തിന്റെ ഉപകരണങ്ങളായി തീരുക എന്നതാണ്. How many of you want to be blessed? നിങ്ങൾ എത്ര പേർ അനുഗ്രഹിക്കപ്പെടണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്? കൈകൾ കാണട്ടെ. When you are really blessed, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ you become an instrument of divine favor. ഓർക്കുക, നിങ്ങൾ ദൈവത്തിന്റെ ദൈവിക പ്രസാദത്തിന്റെ ഒരു ഉപകരണമായിട്ടാണ് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. You enjoy his favor, നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രസാദം അനുഭവിക്കുന്നു. and you also become an instrumental, or you become a vehicle of God's favor for others. നിങ്ങൾ മാത്രമല്ല അത് അനുഭവിക്കുന്നത്, ആ ദൈവപ്രസാദം മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു ഉപകരണമായി, ഒരു മുഖാന്തരമായി നിങ്ങൾ മാറുക കൂടി ചെയ്യുകയാണ്. Being blessed means you will be protected from all misfortunes in life. അനുഗ്രഹിക്കപ്പെടുക എന്നതിന്റെ അർത്ഥം നിങ്ങൾ ദുരന്തങ്ങളിൽ നിന്ന് പരിരക്ഷിക്കപ്പെടുക എന്നതാണ് അതിന്റെ അർത്ഥം. Hello. Being blessed means a special beneficial power or force is working in your life. അനുഗ്രഹിക്കപ്പെടുക എന്നതിന്റെ അർത്ഥം ദൈവസഹായത്തിന്റെ ഒരു വലിയ ശക്തി നിങ്ങളിൽ പരിവർത്തിക്കപ്പെടുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. Remember this, blessing is not just an experience. Blessing is a power that is working in and through our lives. ഓർക്കുക, അനുഗ്രഹം എന്നുള്ളത് അത് വെറും ഒരു അനുഭവം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ അകത്തും പുറത്തുമായി പരിവർത്തിക്കപ്പെടുന്ന ഒരു ശക്തിയാണ് ദൈവിക അനുഗ്രഹം എന്നുള്ളത്. Being blessed means you prosper in all areas of your life. അനുഗ്രഹിക്കപ്പെടുക എന്നതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അഭിവൃദ്ധിയുള്ളവനായി തീരുക എന്നാണ് അർത്ഥം. Are you with me? നിങ്ങൾ എത്ര പേർ എന്റെ കൂടി സന്ദേശത്തിന്റെ How കൂടെ many of you want to be blessed? നിങ്ങൾ എത്ര പേർ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്? Hallelujah. Hallelujah. Being blessed means you have an unreasonable peace, a peace that passes all your
understanding, imagination, and calculation. അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവൻ എന്നതിന്റെ അർത്ഥം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം എല്ലായ്പ്പോഴും അനുഭവിക്കുക എന്നതാണ്. How many of you want to be blessed? നിങ്ങൾ എത്ര പേർക്ക് ഇത്തരം ഒരു അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ട്? Being blessed means you have satisfaction and contentment in your life. അനുഗ്രഹിക്കപ്പെടുക എന്നതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംതൃപ്തിയുടെ മനോഭാവം ഉണ്ടായിരിക്കും. See, if you look around, many people are not satisfied. നിങ്ങൾ ചുറ്റുവട്ടത്ത് നോക്കി ഒത്തിരി ആളുകൾക്ക് സംതൃപ്തിയില്ലാത്തവരാണ്. Lot of dissatisfaction. അവരുടെ ഒക്കെ ജീവിതത്തിൽ അതൃപ്തികൾ ഒത്തിരി കാണാറുണ്ട്. But when you are really blessed by the Lord, എന്നാൽ ദൈവത്താൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ something is overflowing. എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് പോലെ എപ്പോഴും തോന്നും. Your cup will be overflowing. നിങ്ങളുടെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും. Hallelujah. Hallelujah. That is getting blessed. അതാണ് യഥാർത്ഥ അനുഗ്രഹം എന്നുള്ളത്. The first part of Deuteronomy chapter 28. ആവർത്തന പുസ്തകത്തിന്റെ 28-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ You can go through the list of blessings. നിങ്ങൾക്ക് അവിടെ അനുഗ്രഹത്തിന്റെ പട്ടികകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. You'll be blessed in the city. നിങ്ങൾക്ക് നഗരത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ സാധിക്കും. You'll be blessed in village. നിങ്ങൾക്ക് ഗ്രാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ സാധിക്കും. We will be blessed wherever you are geographically. നിങ്ങൾ ഭൂമിശാസ്ത്രപരമായി എവിടെയാണെങ്കിലും അനുഗ്രഹിക്കപ്പെടുവാൻ സാധിക്കും. Your kitchen will be blessed. നിങ്ങളുടെ അടുക്കള അനുഗ്രഹിക്കപ്പെടും. Your children will be നിങ്ങളുടെ blessed. മക്കൾ അനുഗ്രഹിക്കപ്പെടും. Your agricultural products will be നിങ്ങളുടെ blessed. കൃഷിയിടങ്ങളും എല്ലാ വസ്തുവകകളും അനുഗ്രഹിക്കപ്പെടും. The fruit of your womb will be blessed. നിങ്ങളുടെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. You'll be blessed in the house. നിങ്ങൾ ആ വീട്ടിനകത്ത് അനുഗ്രഹിക്കപ്പെടും. You'll be blessed when you go out. നിങ്ങൾ പുറത്തോട്ട് പോയാലും അനുഗ്രഹിക്കപ്പെടും. You'll be the head and not the tail. നിങ്ങൾ ഒരിക്കലും വാലായിരിക്കില്ല, തലയായിരിക്കും. You'll be always at the top and not at the bottom. നിങ്ങൾ ഒരിക്കലും പിൻനിരയിലാവുകയില്ല, എല്ലായ്പ്പോഴും നിങ്ങൾ മുൻനിരയിലായിരിക്കും. Hallelujah. ഇതൊക്കെയാണ് അനുഗ്രഹത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ അവിടെ വായിക്കുന്നത്. List of blessings are recorded in the Bible. നോക്കൂ, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ഇത്തരം എല്ലാ ജീവിതത്തിന്റെ മേഖലയിലെ എല്ലാ അനുഗ്രഹങ്ങളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Now what is being cursed? എന്നാൽ അവിടെ എങ്ങനെയാണ് ശാപത്തിന് അധീനനായി തീരുന്നത്? Being cursed means you don't experience the divine favor. ശപിക്കപ്പെടുക എന്ന് പറയുന്ന സ്ഥിതി എന്നുള്ളത് ദൈവത്തിന്റെ ആ പ്രസാദം നിങ്ങൾ അനുഭവിക്കാതിരിക്കുന്നതാണ്. And you feel a kind of displeasure of the Lord. എന്ന് മാത്രമല്ല എല്ലായ്പ്പോഴും ഒരു ദൈവിക കാര്യത്തിൽ ഒരു സന്തോഷമില്ലായ്മയായിരിക്കും. Being cursed means you will not be protected from misfortunes in life. ശാപത്തിൻ കീഴിലായിരിക്കുക എന്നതിന്റെ അർത്ഥം ദുരന്തങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊരു പരിരക്ഷ അതിനകത്ത് ലഭിക്കുന്നില്ല. ഇപ്രാവശ്യത്തെ ബ്ലെസ്സിംഗ് ടുഡേ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസിൽ പല സെഷനുകളും ഞാൻ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. വളരെ ശക്തമായി ചില വിഷയങ്ങൾ, ചില ടോപ്പിക്സ് പരിശുദ്ധാത്മാവ് മാസങ്ങൾക്ക് മുൻപേ എൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. 16 വയസ്സുള്ള സമയത്ത് ടീൻസിലായിരുന്ന സമയത്താണ് യേശുവിന് വേണ്ടി ഞാൻ ഹൃദയം കൊടുക്കുന്നതും എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായതും ഞാൻ വിശ്വസിക്കുന്നു. ടീൻസും യൂത്ത്സും ഈ പ്രാവശ്യത്തെ കോൺഫറൻസിൽ വരുമ്പോൾ അവരെ യേശു തീർച്ചയായും സ്പർശിക്കും. അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാൻ എങ്ങോട്ടാണ് തിരിയേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടം അവരുടെ ജീവിതത്തിൽ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ പ്രാവശ്യത്തെ യൂത്ത് ക്യാമ്പിലൂടെ ഇടയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് എല്ലാ മാതാപിതാക്കളോടും ടീൻസിലുള്ളവരോടും യൂത്ത്സ് ആയിട്ടുള്ളവരോടും ഞാൻ ഇപ്പോഴേ റിക്വസ്റ്റ് ചെയ്യാൻ തയ്യാറാകുക. ഇപ്പോൾ തന്നെ ടീൻസും യൂത്ത്സും അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്ന തീർച്ചയായും ദിസ് വിൽ ബി എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഫോർ യു. പാരൻസ് ഇപ്പോഴേ തന്നെ അതിന് അവരെ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് എല്ലാ ടീൻസിനോടും യൂത്ത്സിനോടും പറയുന്നു, വി വിൽ മീറ്റ് ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് ടൈം in the presence of God in this conference. Cursed means you don't have the real peace in your heart. ശാപം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്തൊരവസ്ഥ. And you don't have the real satisfaction. You're always dissatisfied,
no contentment in life. അതുമാത്രമല്ല എല്ലായ്പ്പോഴും അതൃപ്തി ഉള്ള ഒരു മനോഭാവമായിരിക്കും, എപ്പോഴും ഒരു നിറഞ്ഞിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാകും. Deuteronomy chapter number 28, the second part, you have the whole list of curses. ഇനി ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ ആ സെക്കൻഡ് പാർട്ടിലേക്ക്, രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ മേഖലയിലുള്ള എല്ലാ ശാപങ്ങളെ കുറിച്ച് നമുക്ക് അവിടെ കാണാം. Hello. ഹലോ, The Lord is saying, I have set before you blessings or curses. You can choose. ദൈവം നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്റെ മുൻപിൽ അനുഗ്രഹത്തിന്റെ ഒരു പട്ടിക വെച്ചിട്ടുണ്ട്, ശാപത്തിന്റെ ഒരു പട്ടികയും വെച്ചിട്ടുണ്ട്, ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. There was a man called Abraham, അബ്രഹാം എന്ന പേരിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. and there was a man called Lot, his nephew. അദ്ദേഹത്തിന്റെ സഹോദര പുത്രനായിട്ട് മറ്റൊരു വ്യക്തിയും ലോത്ത് എന്ന പേരുള്ളവൻ. Both of them were traveling together അബ്രഹാമും ലോത്തും ഒരുമിച്ച് യാത്ര with ചെയ്തവരാണ്. their families and servants and shepherds. അവരുടെ കുടുംബങ്ങളും അവരുടെ ദാസന്മാരും എല്ലാവരും ഒരുമിച്ചാണ് Both of യാത്ര. them had become huge groups, രണ്ടുപേരും വലിയ ഗണമായി സംഘമായി and തീർന്നു. there were problems between them both, between the shepherds of Abraham and Lot. എന്നാൽ ഇത്തരം വലിയൊരു കൂട്ടമായി സംഘമായി തീർന്നപ്പോൾ ഇവരുടെ ജോലിക്കാർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി. And there came a choice for them. അവർക്ക് അതിനിടയിൽ അവർക്കൊരു തിരഞ്ഞെടുപ്പ്, ഒരു കാര്യം തീരുമാനിക്കേണ്ടതായിട്ട് വന്നു. Abraham said, if you choose to go this way, I will go this way. If you choose to go this way, I will go that way. അബ്രഹാം ആ സമയത്ത് ഒരു തീരുമാനം പറഞ്ഞു, ലോത്തെ, നീ ആ വഴിക്കാണ് പോണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എതിർവശത്തുള്ള വഴിക്കൂടെ ഞാൻ പോകും, നീ ഈ വഴിക്കാണ് പോകുന്നെങ്കിൽ ഞാൻ ആ വഴിക്ക് പോകും. You know what happened? എന്താ സംഭവിച്ചെന്നറിയാമോ? Lot chose a special region of that place. ആ സമയത്ത് ലോത്ത് പോകുവാൻ വേണ്ടി സംഘവും തിരഞ്ഞെടുത്ത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ള ഒരു സ്ഥലമായിരുന്നു. Seemingly very good place. കാഴ്ചയിൽ വളരെ മനോഹരമായ സ്ഥലം. But the people in that land was not worshiping God. They were going into wickedness and sins and iniquities. കാഴ്ചയ്ക്ക് നല്ല നഗരമായിരുന്നുവെങ്കിലും അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ ദൈവത്തെ ആരാധിക്കുന്നവരോ ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നില്ല. പകരം ദുർമാർഗികളും അതുപോലെ തന്നെ വല്ലാത്ത ദുഷ്ടന്മാരുമായിട്ടുള്ള ആളുകളുടെ കൂട്ടമായിരുന്നു ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം. That was a wrong choice. ലോത്തിന്റെ കാര്യത്തിൽ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. And you know how God judged Sodom and Gomorrah. അങ്ങനെ ലോത്ത് തിരഞ്ഞെടുത്ത ആ സോദോമിനെയും ഗൊമോറ എന്ന് പറയുന്ന സ്ഥലത്തെയും ദൈവം എങ്ങനെയാണ് ന്യായം വിധിച്ചതെന്ന് നിങ്ങൾക്ക് ബൈബിളിൽ വായിച്ചിട്ടുണ്ടല്ലോ. Given a choice like that, what would you choose? ദൈവം നിങ്ങൾക്ക് ഇതുപോലെ തിരഞ്ഞെടുക്കാൻ ഒരു അവസരം നൽകിയാൽ കാഴ്ചയ്ക്ക് മനോഹരമായതോ അതോ ദൈവികമായതാണോ നാം തിരഞ്ഞെടുക്കുന്നത്? വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന. ഏറ്റവും ഇഷ്ടപ്പെട്ട ടാക്സി നല്ല രസമായിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ട്. ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകും. നല്ല കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഈ സമയത്ത് വിവിധ പ്രയാസങ്ങളിൽ ഭാരപ്പെടുന്നവരെ കർത്താവെ അങ്ങ് തൃക്കൺ പാർത്ത് വിടുതലുകൾ അയക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വളരെ സ്പെസിഫിക്കായി എനിക്ക് മനസ്സിലാകുന്നത് വയറിനകത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എന്തൊരു തകരാറ് സംഭവിച്ചിട്ട് ദഹനം ശരിയായ രീതിയിൽ നടക്കാതെ എല്ലായ്പ്പോഴും സ്റ്റൊമക്ക് അപ്സെറ്റാകുകയും വല്ലാതെ പ്രയാസപ്പെടുകയും ചെയ്യുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. നല്ല ആഹാരങ്ങളൊന്നും കഴിക്കാൻ കഴിയാതെ വളരെ മാസങ്ങളായി പ്രയാസപ്പെടുന്നൊരു വ്യക്തി, യേശുവിൻ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സുഖം പ്രാപിക്കട്ടെ. ഇൻ ജീസസ് നെയിം സുഖം പ്രാപിക്കട്ടെ. അതുപോലെ
ക്യാൻസറിൻ്റെ വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് തന്നെ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം. കാതിൽ നിന്നും പഴുപ്പ് ഒലിച്ചിറങ്ങുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ. രക്തക്കുഴലുകളിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആസ്മ രോഗം സൗഖ്യമാകട്ടെ. കിഡ്നികളിലുള്ള സ്റ്റോൺസ് യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ പോകട്ടെ. അതുകൂടാതെ കിഡ്നികൾ പ്രവർത്തിക്കാത്തത് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാവിധ അലർജികളും മാറിപ്പോകട്ടെ. കുട്ടികളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായി അങ്ങ് പൈതങ്ങളെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ജോലി ലഭിക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ഈ ദിവസങ്ങളിൽ ഫേസ് ചെയ്യേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ മെഡിക്കൽ പാസ്സാകേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതിലെല്ലാം അങ്ങയുടെ കരം അങ്ങ് നീട്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്തവരോട് ഇതിനെക്കുറിച്ച് പറയുക. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ മറക്കരുത്. സാധ്യമായ എല്ലാവരും തന്നെ വന്ന് പങ്കെടുക്കണം. അതുപോലെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.